സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങൾ മറന്നോ? നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. ജസ്റ്റ് ആകുന്നു 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 എന്ന് പറയാൻ നമ്മൾ കുറച്ച് വേർഡ്സ് പഠിച്ചായിരുന്നു അല്ലേ? എന്തൊക്കെയായിരുന്നു? ഈസ്, ആം, ആർ. ഇതെപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതെന്ന് അറിയാലോ? ഞാനാകുന്നു, ഐ. ഞാനാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ആം ഉപയോഗിക്കും അല്ലേ? അവനാകുന്നു, അവളാകുന്നു, അല്ലെങ്കിൽ ഒരാൾ മാത്രം ആകുന്നു എന്ന് പറയാൻ ഈസ് അല്ലേ? ഞങ്ങളാകുന്നു അല്ലെങ്കിൽ അവരാകുന്നു എന്നൊക്കെ പറയണമെങ്കിൽ ആർ ഉപയോഗിക്കും അല്ലേ? അവരാകുന്നു, ഞങ്ങളാകുന്നു, അങ്ങനെ കൂടുതൽ, ഒന്നിൽ കൂടുതൽ. നീയാകുന്നു, നീക്കും. ഓക്കെ. ഞാനാകുന്നു എന്ന് പറയാൻ മാത്രം ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകുന്നു അല്ലേ? ഇത് ഈസോ അവനാകുന്നു, അവളാകുന്നു. ഇല്ലേ? രാജൻ ഇസ് എ ടീച്ചർ. രാജൻ ഒരു ടീച്ചർ ആകുന്നു എന്ന് പറഞ്ഞാൽ ഈസ് ഉപയോഗിക്കും. കുറെ പേരുണ്ടെങ്കിൽ, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ നീ ആകുന്നു എന്ന് പറയണമെങ്കിലും ഇത് ആർ ഉപയോഗിക്കും അല്ലേ? ഓക്കെ അല്ലേ? അതെല്ലാം നിലവില് പ്രസന്റില് ആകുന്നു എന്ന് പറയാനാണ് ഈസും ആറും ആമും അല്ലേ? ഒരു സ്റ്റുഡന്റ് ഇപ്പൊ ആകുന്നു എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം, ഈസ് എ സ്റ്റുഡന്റ്. അവൻ സ്റ്റുഡന്റ് ഒക്കെ കഴിഞ്ഞ് ജോലി കയറി കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ആവല്ല, അത് അല്ല അല്ലേ? അത് കഴിഞ്ഞു. അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ ആകുന്നു എന്ന് പകരം എന്ത് വരും? ആയിരുന്നു എന്ന് പറയണം അല്ലേ? ആയിരുന്നു എന്ന് ഉപയോഗിക്കുന്ന വാക്കാണ് എന്താ? വാസും 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 വേറെ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്? അവനൊരു സ്റ്റുഡന്റ് ആകുന്നു, ആയിരുന്നു. എങ്ങനെ പറയും? He was a student. അവളൊരു പാട്ടുകാരി ആയിരുന്നു. She was a singer. അവര് ക്രിക്കറ്റ് പ്ലേയേഴ്സ് ആയിരുന്നു. അപ്പൊ ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ. ഇല്ലെങ്കിൽ യു വന്നാല്, യു എന്ന് പറഞ്ഞാല് പ്ലൂറലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആകുന്നു പാസ്റ്റ് ആകുമ്പത്തേക്ക് ഇത് പ്രസന്റും ഇത് പ്രസന്റ് അല്ലേ? ആകുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ് അല്ലേ? ശരിയല്ലേ? ആകുന്നു എന്ന് പറഞ്ഞാൽ പ്രസന്റ്, ആയിരുന്നു എന്ന് പറഞ്ഞാല് പാസ്റ്റ്. പ്രസന്റ് പാസ്റ്റ് മനസ്സിലായോ? പാസ്റ്റ് എന്ന് പറഞ്ഞാൽ മുമ്പ് ആയിരുന്നു, പ്രസന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ. സംശയമില്ലല്ലോ? ആകുന്നു ആയിരുന്നു നമ്മൾ പഠിച്ചു. അതായത് ഉണ്ട് എന്നുള്ള വാക്കും പഠിച്ചു. അതും പ്രധാനപ്പെട്ടാണ്. ഉണ്ട് എന്താ? ഹാവും ഹാസും. എനിക്കൊരു കാറുണ്ട്, ഐ ഹാവ്. ഐ വന്നപ്പോ ഹാവ് അല്ലേ? നിനക്കൊരു കാറുണ്ട്, നിനക്കൊരു നല്ല ഫ്രണ്ട് ഉണ്ട്. യു ഹാവ് ആണോ ഹാസ് ആണോ? ഞാൻ വന്നപ്പോഴോ, ഐ വന്നപ്പോഴോ എനിക്കൊരു നല്ല പേനുണ്ട്, ഐ ഹാവ് വന്നു അല്ലേ? ഐ വന്നപ്പോ ഹാവ് ആണ്. യു വന്നപ്പോഴോ യു ഹാസ് ആണോ? യുവിന്റെ ഒപ്പോ ഹാവേ പറയുള്ളൂ. ഐ ഹാവ്, യു ഹാവ്. ദേ ആണെങ്കിലോ അവർക്കോ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്, ദേ ഹാസ് പറയോ? ദേ വന്നാൽ അതെല്ലാം ഒന്നിലധികം ആൾക്കാരില്ലേ? ഒന്നിലധികം അല്ലേ? പക്ഷെ ഐ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ഉണ്ടോ? ഒന്നല്ലേ ഉള്ളൂ. പക്ഷെ ഐന്റെ ഒപ്പവും എന്താ ഉപയോഗിക്കുള്ളൂ? ഐ ഹാസ് എന്ന് ഉപയോഗിക്കില്ല, ഐ ഹാവ്. എനിക്കുണ്ട് എന്ന് പറയണെങ്കില് ഉണ്ട് അല്ലേ? ഉണ്ട് എന്ന് പറയണെങ്കില് ഹാവ് അല്ലെങ്കിൽ ഹാസ് ഉപയോഗിക്കും. ഐന്റെ ഒപ്പം ഏതാ ഉപയോഗിക്കുന്നത്? ഐ ഹാവ് അല്ലേ? ഐ. വിന്റെ ഒപ്പോ, വി എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. എന്റെ കൂട്ടത്തിൽ വേറെ ആൾക്കാരുണ്ട്, ഒന്നിലധികം ആൾക്കാരുണ്ടെങ്കിലും വി ഹാസ് പറയില്ല, വി ഹാവ്. അപ്പൊ ഐന്റെ ഒപ്പം ഹാവ്, വിന്റെ ഒപ്പം ഹാവ്. യുവിന്റെ ഒപ്പം നിനക്കുണ്ട്, നിനക്ക് നല്ല ബുദ്ധിയുണ്ട്, യു ഹാവ് അല്ലേ? യു ഹാവ്. ഹി ആണെങ്കിലോ, ഹി എന്ന് പറഞ്ഞാൽ ഒരാളേ ഉള്ളൂ. പക്ഷെ ഹി ഹാവ് പറയില്ല, ഹി ഹാസ്. മറന്നുപോയോ? തെറ്റ് പറയുന്നേ. ഹി ഹാസ് കേട്ടോ, ഹി ഹാസ്. ഷീ ആണെങ്കിലോ, ഷീ ഹാസ്. അവൾക്കൊരു കാറുണ്ട്, പറവസോ. ഷീ ഹാസ്. ദേ ആണെങ്കിലോ, ദേ എന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട്? ഒന്നിലധികം പേരുണ്ട്. അത് ദേ ആകുമ്പോ ഹാവ് ആണോ ഹാസ് ആണോ?
എന്ത് പറയാനാ ഈ ഹാവ് ഹാസ് ഉപയോഗിക്കുന്നത്? ഉണ്ട് 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 എന്ന് പറഞ്ഞാല് എപ്പോഴുണ്ട്? പ്രസന്റില് അല്ലെ, നിലവില് ഉള്ള കാര്യം പറയാനാണ് ഹാവ് ഹാസ്. ഇപ്പൊ ഉണ്ട്, പക്ഷെ ഞാൻ കാറ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടെന്ന് പറയോ? പകരം എന്ത് പറയും? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലെ, ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഏതാ ഉപയോഗിക്കുന്നേ? ഹാഡ് അല്ലെ. എന്താ എന്താ ഉണ്ടായിരുന്നു. എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ഐ ഹാഡ്. ഐ വന്നപ്പോൾ ഹാഡ്. ഞങ്ങൾക്ക് കാർ ഉണ്ടായിരുന്നു. വി ഹാഡ് എ കാർ. നിനക്ക് കാർ ഉണ്ടായിരുന്നു. യു ഹാഡ്. നോക്ക്, ഐ വന്നപ്പോ ഹാഡ്, വി വന്നപ്പോ ഹാഡ്, യു വന്നപ്പോ ഹാഡ്. എന്ത്? മുമ്പ് ഉണ്ടായിരുന്ന കാര്യം പറയാം. ഹി വന്നപ്പോഴോ? ഏത് വന്നാലും നേരത്തെ ഉണ്ടായിരുന്ന കാര്യം പറയാൻ ഹാഡ് മാത്രം ഉപയോഗിച്ചാൽ ഒറ്റ വാക്കല്ലേ ഉള്ളൂ. ഇപ്പൊ ഉള്ള കാര്യം പറയാൻ ഹാവ് ഹാസ്. ഏതിനൊക്കെയാന്ന് മനസ്സിലായല്ലോ? നേരത്തെ ഉണ്ടായിരുന്ന കാര്യം ഐ ഹാഡ്, വി ഹാഡ്, യു ഹാഡ്, ഹി ഹാഡ്, ഷി ഹാഡ്, ദേ ഹാഡ്. ഓക്കെ, പ്രസന്റ് മനസ്സിലായി, പാസ്റ്റ് മനസ്സിലായി. ഓക്കെ അല്ലേ? ഞാനൊരു ടീച്ചർ ആകുന്നു. എങ്ങനെ പറയും? ഐ ആം എ ടീച്ചർ. ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകുന്നു. ഐ വന്നപ്പോ ആം വന്നു. ആകുന്നു എന്ന് പറയാൻ ഇത് പ്രസന്റിലെ കാര്യമാണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ അല്ലെ. സിമ്പിൾ ആയിട്ട് പ്രസന്റിലെ കാര്യം ആകുന്നു ആകുന്നു അല്ലെ. ഞാൻ ടീച്ചർ ആകുന്നു പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റിലെ കാര്യം, അതായത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഐ ആം എ ടീച്ചർ. അത് സിമ്പിൾ ആയിട്ട് പാസ്റ്റിലേക്ക് ഞാനൊരു ടീച്ചർ ആയിരുന്നു. സിമ്പിൾ ആയിട്ട് പാസ്റ്റിലേക്ക് വരുമ്പോ ഐ ആം എന്നുള്ളത് മാറിയിട്ട് വാസ് ആവും. ആയിരുന്നു, വാസ് എ ടീച്ചർ. അപ്പൊ വാസ് എന്നുള്ളത് എന്താണ്? പാസ്റ്റ് ആണ്. ഈസ് എന്നുള്ളതോ? ഈസ് എന്നുള്ളത് പ്രസന്റ്. മനസ്സിലായില്ലേ? പ്രസന്റ് പാസ്റ്റ് വ്യത്യാസം മനസ്സിലായി. ഐ ആം എ ടീച്ചർ. ഇവിടെ ഐ ആം എ ടീച്ചർ, ഐ വാസ് എ ടീച്ചർ. ഇത് സിമ്പിൾ ആയിട്ട് പ്രസന്റിലുള്ളതും ഇത് സിമ്പിൾ ആയിട്ട് പാസ്റ്റിലുള്ളതും. അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് പറയത്തില്ലേ, ഞാനൊരു ടീച്ചർ ആകുന്നു, ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഞാനൊരു ടീച്ചർ ആകും എന്നെങ്ങനെ പറയാം? അതായത് ഫ്യൂച്ചറിൽ ഒരു കാര്യം ആകുന്നു, അതാണ് ഫ്യൂച്ചർ. പാസ്റ്റ് പറഞ്ഞു, പ്രസന്റ് പറഞ്ഞു. അതുപോലെ നമുക്ക് ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഭാവിയിലും പറയത്തില്ലേ, ഞാനൊരു ടീച്ചർ ആകും. നമ്മള് സിമ്പിൾ ആയിട്ട് ഞാനൊരു ടീച്ചറാണെന്ന് പറയണമെങ്കിൽ ഐ ആം എ ടീച്ചർ, അതായത് പ്രസന്റിൽ ഞാനൊരു ടീച്ചറാണ്. ഞാനൊരു ടീച്ചർ ആയിരുന്നു, ഐ വാസ് എ ടീച്ചർ. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് പറയാം സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിലുള്ളത്. സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വില്ല് കൂട്ടി എന്ന് പറഞ്ഞാൽ മതി. ആകുന്നു 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 എന്ന് ഫ്യൂച്ചറിൽ പറയുകയാണെങ്കിൽ നമ്മള് ഈസു ആമു ആറ് ഉപയോഗിച്ച പോലെ തന്നെ ഉപയോഗിക്കുന്ന വാക്കാണ് ആകുന്നു എന്ന് ഉപയോഗിക്കാൻ ബി. എന്താ? ബീന്റെ രൂപമാണ് ഈ ഈസു ആറും ആമും ഒക്കെ കേട്ടോ. അപ്പൊ ആകുന്നു ആകുന്നു എന്ന് പറയാൻ അതേ അർത്ഥമുള്ള ഒരു വാക്കാണ് ബി. അതെങ്ങനെയാ നമുക്ക് ഉപയോഗിക്കുന്നേ? ഐ വാസ് എ ടീച്ചർ എന്ന് പകരം ഐ ഫ്യൂച്ചർ കാണിക്കാൻ എന്താ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ വില്ലങ്ങ് ഉപയോഗിച്ചാൽ ഐ വിൽ. പിന്നെ ആകുന്നു എന്ന് പറയാൻ ബി. ഐ വിൽ ബി എ ടീച്ചർ. ഞാനൊരു ടീച്ചർ ആകും. കണ്ടോ? സിമ്പിൾ ആയിട്ട് പ്രസന്റിലുള്ള കാര്യം ഐ ആം എ ടീച്ചർ. ഐ വാസ് എ ടീച്ചർ ആയപ്പോ സിമ്പിൾ ആയിട്ട് പാസ്റ്റിലായി. സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിലാകുമ്പോഴത്തേക്ക് ഐ വിൽ ബി എ ടീച്ചർ. സിമ്പിൾ പാസ്റ്റ് പഠിച്ചു, സിമ്പിൾ പ്രസന്റ് പഠിച്ചു, സിമ്പിൾ ഫ്യൂച്ചറും പഠിച്ചു. എന്ത്? ആകുന്നു 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 എന്നുള്ള കാര്യം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അതിന്റെ സ്ഥാനത്ത് വി കൂട്ടിയെന്ന് പറ. വി ആം എ ടീച്ചർ എന്ന് പറയോ? പെട്ടെന്ന് പറ. വി ആർ എ ടീച്ചർ എന്ന് പറയോ? വി ആർ ടീച്ചേഴ്സ് എന്ന് പറയില്ല, കാരണം കുറെ പേരുണ്ടല്ലോ. വി ആർ ടീച്ചേഴ്സ്. ഞങ്ങൾ ടീച്ചേഴ്സ് ആയിരുന്നു. വി വാസ് പറയോ? വി വേ ടീച്ചേഴ്സ്. ഓക്കെ, ഞങ്ങൾ ടീച്ചർ ആകും. We will be teachers. ഓക്കെ. ഇനി യു ആണെങ്കിലേ ഇപ്പൊ ആകുന്നത്
You are a teacher. യു ആർ എ നീ ഒരു ടീച്ചർ ആയിരുന്നു. You യു were a teacher. യുവിന്റെ കൂട്ടത്തിൽ വാസ് ഉപയോഗിക്കില്ല. യുവിന്റെ കൂട്ടത്തിൽ എപ്പോഴും വേറെ യു ആർ എ Teacher. ഓക്കെ. ഫ്യൂച്ചറിലോ നീ ഒരു ടീച്ചർ ആവും. You will be a teacher. യു വിൽ ബി എ വിൽ ബി എ ഹി ആണെങ്കിലോ He is a teacher. ഹി He is a teacher. ഹീസ് എ ടീച്ചർ. പിന്നെ He was a teacher. ഹി ഹീന്റെ കൂടുതൽ വാസ് ഉപയോഗിക്കുള്ളൂ, വേറെ ഉപയോഗിക്കില്ല. ഹി വാസ് എ ടീച്ചർ. സംശയം എന്താ ചോദിക്കണം? നീ ഒരു ടീച്ചർ ആവും. പെട്ടെന്ന് പറ നീ ഒരു ടീച്ചർ ആവും. ഹി Will be a ഹി വിൽ be a teacher. ബി എ ടീച്ചർ. ഷീ ആണെങ്കിലോ She will be a teacher. ആദ്യം പറയാം. She is a ഇപ്പൊ ആകുന്നു She is a പ്രസന്റില്, സിമ്പിൾ പ്രസന്റില്. ഷീസ് എ സിമ്പിൾ പാസ്റ്റ്, She was a teacher. സിമ്പിൾ ഫ്യൂച്ചർ. She will be a teacher. ഷീ Will be a വിൽ ബി എ ദേ ആണെങ്കില് സിമ്പിൾ പ്രസന്റ്. They are teachers. ദേ ആർ ടീച്ചേഴ്സ്. സിമ്പിൾ പാസ്റ്റ് They were teachers. ദേ വർ ടീച്ചേഴ്സ്. സിമ്പിൾ ഫ്യൂച്ചർ They will be teachers. ദേ വിൽ ബി ടീച്ചേഴ്സ്. അവര് ടീച്ചേഴ്സ് ആവും അല്ലേ? ഇതെല്ലാം ആകുന്നു, ആയിരുന്നു, ആകും. മൂന്നർത്ഥം. ഒന്ന് നിലവിലുള്ളത്, രണ്ടാമത്തത് കഴിഞ്ഞു പോയത്, മൂന്നാമത്തത് പറഞ്ഞത് വരാൻ പോകുന്നത്. അപ്പോ 3 കാലങ്ങൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? അതുപോലെ ഹൗ ഹാസ് എന്തെന്ന് പറയാനാ? എനിക്കൊരു കാറുണ്ട് എന്ന് എങ്ങനെ പറയും? ഐ ഹാവ് എ കാർ അല്ലേ? എനിക്കൊരു കാറ് എപ്പോ ഉണ്ട്? ഇപ്പൊ ഉണ്ട്. ഐ ഹാവ് എ കാർ. അവനൊരു കാറുണ്ട്. ഹി ഹാവ് അറിയോ? ഹി ഹാസ്. മാറിപ്പോരുത്. ഐ യു ഡിന്റെ യുവിന്റെ കൂട്ടത്തില് ഹാവ് അല്ലേ? ബിന്റെ കൂട്ടത്തില് ഹാവ്. ഹിന്റെ കൂട്ടത്തിലോ ഹാസ്. ഷീന്റെ കൂട്ടത്തില് ദേന്റെ കൂട്ടത്തില് മാറിപ്പോകരുത്. ഐ ഹാവ് എ കാർ. എനിക്ക് നിലവിലെ ഒരു കാറ് ഉണ്ട്. അതായത് പ്രസന്റില്. അത് പാസ്റ്റില് പറയണെങ്കിലോ ഹാവ് എന്നുള്ളത് എന്താവും? ഐ ഹാഡ് എ കാർ. ഐ ഹാഡ് എ കാർ. അതെന്തായി? സിമ്പിൾ പാസ്റ്റ് ആയി. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ് ആയി. എനിക്കൊരു കാർ ഉണ്ടാവും. ഫ്യൂച്ചറിനെ കാണിക്കാൻ എന്താ ഉപയോഗിക്കുന്നത് നമ്മള്? വിൽ. ഐ വിൽ. ഒന്നുമില്ല, വില്ലങ്ങ് ചേർത്താ പോലെ ഫ്യൂച്ചർ ആയില്ലേ? ഐ വിൽ ഹാവ് എ കാർ. എനിക്കൊരു കാറ് ഉണ്ടാവും. ഓക്കെ. ഉണ്ടായിരുന്നു. I have a car. I had a car. I will have a car. ഞങ്ങൾക്കാണെങ്കിലോ we have a car. പറ. ഞങ്ങൾക്കുണ്ടായിരുന്നു. we had a car. ഉണ്ടാവും. we will have a car. ഉണ്ടാവും. നിനക്കാണെങ്കിലോ പ്രസന്റില്, സിമ്പിൾ പ്രസന്റില് you have a car. Past, simple past le you had a car. You will have a car. He ആണെങ്കിലോ He has a car. he has a car. പറ. He had a car. he had a car. He will has a car. he will കഴിഞ്ഞിട്ട് have a ഉപയോഗിക്കുള്ളൂ. he will have എന്ന് ഉപയോഗിക്കുള്ളൂ. she She has a car. She had a car. Simple past, simple future. She will have a car. They simple present. They have a car. They had a car. They will have a car. എന്താ? I write a novel. I write a novel. ഞാനൊരു നോവല് എഴുതുന്നു. ഇതെന്താ? സിമ്പിൾ പ്രസന്റിൽ എഴുതുന്ന കാര്യല്ലേ? അല്ലേ? ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. എന്ത്? എഴുതുന്നു അല്ലെ? എഴുതുക എന്ന് പറഞ്ഞ പ്രവൃത്തി അല്ലേ? ഇതിനൊരു ചെറിയ വ്യത്യാസമില്ലേ? ഇതിനകത്തൊരു പ്രധാന പ്രവൃത്തിയുണ്ട്. ഐ റൈറ്റ് എ നോവൽ. ഐ റൈറ്റ് എഴുതുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇവിടെ നോക്കേ, ഐ ഹാവ് എ കാർ.
അതിനകത്ത് അങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടോ? ഇതിനകത്ത് ആ പ്രവൃത്തിക്ക് പകരം എന്താ ഉള്ളത്? ഉണ്ട് എന്നുള്ളതാണ്. പ്രധാന പ്രവൃത്തിക്ക് പകരം എന്താ? ഉണ്ട്. ആ വെർബ് ഏതാ ഇതിനകത്ത്? ഹാവ് എന്നാണ്. ഇതിനകത്ത് അല്ലാതെ തന്നെ ഒരു പ്രവൃത്തിയുണ്ട്. ഓക്കെ, ഐ ആം എ ടീച്ചർ. ഇതിനകത്തുണ്ടോ? പ്രധാന പ്രവൃത്തി ഉണ്ടോ? അതിന് പകരം ഇവിടെ വന്നിരിക്കുന്നത് എന്താ? എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നുള്ളതാണ് അല്ലേ? ആകുന്നു എന്നുള്ളത് പ്രധാന പ്രവൃത്തിയായിട്ട് വന്നു. ഇവിടെ ഉണ്ട് എന്നുള്ളത് പ്രധാന പ്രവൃത്തിയായിട്ട് വന്നു. ഇവിടെയോ എഴുതുക എന്നുള്ളത് പ്രധാന പ്രവൃത്തിയായിട്ട് വന്നു. ഐ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാല് ഞാനൊരു നോവൽ പറയുന്ന സമയത്താവണമെന്നില്ല, ആ ഒരു പീരീഡില് ചെയ്യുന്നു. ഇല്ലേ പതിവായി എഴുതാറുണ്ട്. അങ്ങനെയെല്ലാം നമുക്ക് സിമ്പിൾ പ്രസന്റ് ചെയ്തു സിമ്പിൾ പ്രസന്റിലുള്ളൊരു വാക്യമാണ് അല്ലേ? ശരിയല്ലേ? ഐ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എഴുതുന്നു. ഞാനൊരു നോവൽ എഴുതി എന്ന് പറയണെങ്കിലോ റൈറ്റ് എന്നുള്ളത് ഡിഡ് ആവും. റൈറ്റ് എന്നുള്ള പ്രവൃത്തി ഡിഡ് ആവും. നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പൊ അതിന് പകരം റൈറ്റ് ഡിഡ് ആവും എന്താവും? ഐ റോട്ട് എ നോവൽ. ഞാൻ നോവൽ ഒരു നോവൽ ഇവിടെ എഴുതുന്നു. ഇല്ല എഴുതുന്നു. ഇവിടെ ഞാനൊരു നോവൽ എഴുതി അല്ലേ? ഐ റോട്ട് എ നോവൽ. ഞാനൊരു നോവൽ എഴുതി. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്. അത് സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിൽ പറയണമെങ്കിലോ ഞാനൊരു നോവൽ എഴുതും. എന്താ ഫ്യൂച്ചർ പറയാൻ നമുക്ക് എന്താ വേണ്ടേ? ഫ്യൂച്ചർ പറയാൻ എന്ത് മതി? ഐ കഴിഞ്ഞിട്ട് വില്ലും കിട്ടാ പോരെ? ഐ വിൽ റോട്ട് എന്ന് പറയില്ല. ഐ വിൽ റൈറ്റ് എ നോവൽ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഫ്യൂച്ചർ പറയാൻ സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചർ പറയണമെങ്കിൽ എന്ത് ചേർത്താ മതി? വില്ല്. സിമ്പിൾ ആയിട്ട് ഫ്യൂച്ചറിൽ ആകുന്നു എന്ന് പറയണെങ്കിലോ ഒരു ബി ചേർത്താ പോരെ? ഐ വിൽ ബി എ ടീച്ചർ. ഓക്കെ, ഐ റൈറ്റ് എ നോവൽ. വി ആണെങ്കിലോ വി റൈറ്റ് എ നോവൽ. ഞങ്ങളൊരു നോവൽ എഴുതുന്നു. ഞങ്ങൾ നോവൽ എഴുതി എന്ന് പറയണെങ്കിലോ വി റോട്ട് എ നോവൽ. ഞങ്ങളൊരു നോവൽ എഴുതും. വി വിൽ റോട്ട് പറയില്ല. വില്ല് കഴിഞ്ഞിട്ട് റൈറ്റ് എ പറയുള്ളൂ. വി വിൽ റൈറ്റ് എ നോവൽ. യു ആണെങ്കിലോ യു റൈറ്റ് എ നോവൽ. അടുത്ത് നീ ഒരു നോവൽ എഴുതി. യു റോട്ട് എ നോവൽ. നീ ഒരു നോവൽ എഴുതും. യു വിൽ റൈറ്റ് എ നോവൽ. അവനാണെങ്കിലോ ഹി. അവിടെയാണ് തെറ്റുന്നത്. ഹി ആകുമ്പോൾ എന്താവും? റൈറ്റ് എന്നുള്ളത് പ്രവൃത്തി ഡു അല്ല, പകരം ഡസ് ആവും. ഹി റൈറ്റ്സ് എ നോവൽ. റൈറ്റ് എന്നുള്ളത് റൈറ്റ്സ് എന്നാവും. ഹി റൈറ്റ്സ് എ നോവൽ. പാസ്റ്റിലേക്ക് ആകുമ്പോഴത്തേക്ക് മാറ്റമുണ്ടോ? ഇല്ല. റോട്ട്. ഹി റോട്ട്. പ്രവൃത്തി എന്തായി? പാസ്റ്റ് ആകുമ്പോ ഡിഡ് ആവും. റൈറ്റ് റോട്ട് ആവും. ഹി റോട്ട് എ നോവൽ അല്ലേ? ഫ്യൂച്ചർ ആകുമ്പോഴോ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഹി വിൽ ചേർത്താ പോരെ? റൈറ്റ് എ നോവൽ. ഷീ ആകുമ്പോഴോ പെട്ടെന്ന് പറ. ഷീ റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ഷീ ഒരാളേ ഉള്ളൂ. ഷീ റൈറ്റ്സ് എ നോവൽ. പ്രസന്റില്. പാസ്റ്റില് ഷീ റോട്ട്. ഫ്യൂച്ചറില് ഷീ വിൽ റൈറ്റ് എ നോവൽ. ദേ ആകുമ്പോഴോ ദേ റൈറ്റ് ആണോ റൈറ്റ്സ് ആണോ? ദേ റൈറ്റ്. ദ റൈറ്റ് എ ഒരാൾ വരുമ്പോഴല്ലേ ദേ റൈറ്റ് എ നോവൽ. പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ദ റോട്ട് എ നോവൽ. സിമ്പിൾ ഫ്യൂച്ചർ they will write. they will wrote അല്ല, they will write a novel. മനസ്സിലായോ? ഇത്രയും പോരെ?